ഇന്നത്തെ വചനചിന്ത ദരിദ്രനെ മറക്കാത്ത ദൈവം. 9-ാം സങ്കീർത്തന പുസ്തകം 18-ാം തിരുവചനം. ദരിദ്രനെ എന്നേക്കും മറന്നുപോയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്കൊന്നും ഭംഗം വരികയില്ല. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദരിദ്രനെ മനുഷ്യൻ കൈവിട്ടാലും മനുഷ്യർ മറന്നാലും ദൈവം മറക്കത്തില്ല. മനുഷ്യർ കണ്ടിട്ടും കാണാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നാം കൈവിടാത്ത യേശുവിനെ ആരാധിക്കുന്നത്. താങ്കളെ കൈവിടാത്ത യേശു താങ്കളുടെ കൂടെയുണ്ട്. താങ്കളുടെ മുന്നിൽ എല്ലാ വാതിലുകളും താങ്കൾക്കെതിരെ അടഞ്ഞാലും തകർന്നു പോയെന്ന് കരുതി പിന്തിരിയരുത്. വിശ്വസിക്കുക, ശ്രേഷ്ഠമായ നന്മയാൽ അടഞ്ഞവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ താങ്കൾക്കായി തുറക്കും. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം 8-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു: അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമാക്കി നൽകുവാനും തന്നെ. ഭൂഖണ്ഡങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം ഹന്നയുടെ കണ്ണുനീരിന് വിലയിട്ട് അനുഗ്രഹിക്കപ്പെട്ട തലമുറയായ ശമൂവേലിന് നൽകിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഹന്നയെപ്പോലെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യും. വചനം ശ്രവിക്കുന്ന താങ്കളുടെ കണ്ണുനീർ കണ്ട് മനസ്സലിയുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വചനം ശ്രവിക്കുന്ന താങ്കളുടെ കണ്ണുനീർ തുടച്ച് താങ്കളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കർത്താവ് ശക്തനാണ്. ഭക്തനായ മോശയുടെ ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും ഉണ്ടായിരുന്നു. ഭക്തനായ മോശയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഭക്തൻ പ്രശ്നങ്ങളെ കണ്ട് മിസ്രൈം വിട്ടോടി. എന്നാൽ ഹോരേബിൽ നിന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച ഭക്തനായ മോശ, മുൾപ്പടർപ്പിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ മോശ, ദൈവശബ്ദം കേട്ട് കയ്യിലുണ്ടായിരുന്ന അന്നേവരെ ആടിനെ നിയന്ത്രിക്കുന്ന വടി താഴെയിട്ടപ്പോൾ നിലത്തുനിന്നും വടി പാമ്പായി. പാമ്പിനെ കണ്ട് ഭയപ്പെട്ട് ഭക്തനായ മോശ പിന്തിരിഞ്ഞോടുകയാണ്. ഭയപ്പെട്ട് മിസ്രൈം വിട്ടോടിയ മോശ, കഷ്ടതയിൽ നിന്നും ഓടി മറഞ്ഞ മോശ, പാമ്പിനെ കണ്ട് ഭയപ്പെട്ട് പിന്നോട്ട് ഓടുമ്പോൾ സർവശക്തനായ ദൈവം മോശയെ തിരിച്ചു വിളിച്ചു. ഭക്തനായ മോശെ, നീ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരിക. നിൻ്റെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നീ ധൈര്യമായി മുന്നോട്ട് വരിക. ഭക്തനായ മോശ മുന്നോട്ട് വന്നു. തൻ്റെ മുൻപിൽ ഭണമുയർത്തി നിൽക്കുന്ന പാമ്പിനെ എടുക്കുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ മരണത്തെ ഭയപ്പെടാതെ നിലത്തു കിടക്കുന്ന പാമ്പിനെ ഭക്തനായ മോശ കരം കൊണ്ട് തൊട്ടു. ഭക്തനായ മോശ പാമ്പിനെ തൊട്ടയുടനെ പാമ്പ് വടിയായി മാറി. ഹോരേബിൽ നിലത്തിട്ട വടി പാമ്പായപ്പോൾ തിരിഞ്ഞോടുവാൻ ശ്രമിച്ച മോശയെ ദൈവം തിരിച്ചു വിളിച്ചതുപോലെ, താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും എങ്ങോട്ട് ഓടുമെന്ന് ചിന്തിക്കുമ്പോൾ അതേ പ്രശ്നത്തിൽ നിന്നും അത്ഭുതം ചെയ്യുവാൻ, അതേ പ്രശ്നത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. അനേകം മേഖലകളിൽ ഇതുവരെ ഭയപ്പെട്ടോടിയില്ലേ? ഇനി ഓടേണ്ട. ആ പാമ്പിനെ കൈനീട്ടി ഭക്തനായ മോശ എടുത്തതുപോലെ താങ്കൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം താങ്കളുടെ മേൽ ദൈവം അഭിഷേകത്തെ പകരുവാനിടയാകും. പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു നിയോഗത്തെ ഭക്തനായ മോശയ്ക്ക് ദൈവം കൈമാറിയെങ്കിൽ, നിയോഗം കൈമാറുന്ന ഒരു ഹോരേബ് ദൈവം ഭക്തനായ മോശയ്ക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, താങ്കളുടെ മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. താങ്കൾക്ക് നൽകുന്ന നിയോഗം വലുതായിരിക്കും. താങ്കളുടെ ജീവിതത്തിൽ ഒരു മിദ്യാൻ ഉണ്ടെങ്കിൽ നിയോഗം കൈമാറുന്ന ഒരു ഹോരേബ് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ഓർക്കുക. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ആറ്റിലെ മത്സ്യങ്ങൾക്കും ദൈവം കരുതുന്നുണ്ടെങ്കിൽ, താങ്കളുടെ അവസ്ഥ കണ്ട് താങ്കൾക്കായും കരുതുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. താങ്കൾ പ്രശ്നങ്ങളോടെ കടന്നു ചെല്ലുകയാണോ? പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന കർത്താവ് കൂടെയുണ്ട്. ദരിദ്രനെ കരം പിടിച്ചുയർത്തുന്ന കർത്താവ് കൂടെയുണ്ട്. അഗതിയെ കുപ്പയിൽ നിന്ന് നിവർത്തുന്ന കർത്താവ് വജ്രശ്രവിയും താങ്കളുടെ കൂടെയുണ്ട്.
ആകയാൽ ഏത് കഷ്ടതയിലും കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.